ഇതെന്താണെന്നല്ലേ, ഇതാണ് ബീഫ് കീമ അല്ലെങ്കിൽ ബീഫ് മീൻസ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ഇട്ടിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ മുളകും പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് സോയ് സോസാണ് കേട്ടോ. സോയ് സോസ് ആഡ് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ നന്നായി വഴറ്റുക. ഇതാണ് ഞാൻ പറഞ്ഞ ബീഫ് മീൻസ്. ഇത് ഇവിടുത്തെ ഒരുവിധമുള്ള എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എന്നിട്ട് നമ്മളത് അതിലേക്ക് പാനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണ്ട ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ. നല്ല എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. അത് വേവാൻ പാകത്തിലുള്ളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊരു 10 മിനിറ്റോളം മൂടിയിട്ട് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പീസ് ലെമണിൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലെമണിൻ്റെ പുളിപ്പ് നല്ല രസമുണ്ടാവും ഇതിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് സംഭവം സെറ്റായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് മേലിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറും ഇതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രസമാണ്, എളുപ്പമാണല്ലോ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന മസാലകൾ ഇട്ടിട്ട് ഒരു ഐറ്റം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ.